എനിക്ക് ചില സംശയങ്ങൾ ഇത് കേട്ടപ്പോഴേക്കും എന്താണെന്നല്ലേ, നിങ്ങളാരും കേൾക്കാത്ത കുറേ സംശയമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഒന്ന്, ഇവനെ ജാമ്യത്തിലെടുത്തത് 2 സ്ത്രീകളാന്ന് പറയുന്നുണ്ട്. അതായത് 5.5 മാസത്തോളം ജയിലിൽ കിടന്ന ഇവനെ ഈ പൈസയും കൊടുത്ത്, വക്കീലിന് പൈസയും കൊടുത്ത് ജാമ്യത്തിലെടുക്കണമെങ്കിൽ ഈ വിജയകുമാറിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് ചിരിക്കണോ കരയണോ എന്നാന്ന് തോന്നിപ്പോവുക. കാരണം കോടിക്കണക്കിന് രൂപയുണ്ട്, പക്ഷെ സ്വന്തം ജീവനുണ്ടല്ലോ പുല്ല് വില പോലും കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 16 CCTVകളുണ്ട്. അതുപോലെ തന്നെ വലിയ നായക്കളുണ്ട്, ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള നായക്കൾ, വലിയ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള വീട്, പിന്നെ അതിനുള്ള ഒരു പൂട്ട്, അതുപോലെ തന്നെ വലിയ മതിൽ കെട്ടുകൾ, അവിടെയാണ് ചെവി കേൾക്കാത്ത ഒരു വാച്ച്മാൻ. അത് മാത്രവുമല്ല, കുറേ ക്രിമിനലായ ഒരുപാട് ജോലിക്കാരും. ഇയാൾക്ക് എന്തടേ, നാട്ടിൽ നിന്ന് ഒരു പെണ്ണുങ്ങളെ വെച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു 2 ആണുങ്ങളെ വെച്ചാൽ പോരെ? നാട്ടിൽ നിന്നും ആളെ കിട്ടിയില്ലേ? ഇതുപോലെയുള്ള ക്രിമിനലുകളെ ലോകത്ത് നിന്ന് കൊണ്ടുവരണം. എന്നിട്ട് ഇപ്പോഴെന്താണ് നേടിയത്? കൊണ്ടുപോയില്ലേ? എല്ലാം കൊണ്ടുപോയില്ലേ? എന്തെങ്കിലും ഉണ്ടാ ബാക്കി? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുപോലെ ഈ ബംഗാളികളെയും ഈ ആസാമികളെയും ബീഹാറികളെയും ഒക്കെ പിന്നെ ഇതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ കിടന്നുറങ്ങുന്നത് മുകളിലൊരു വാൾ ഇങ്ങനെ കെട്ടി തൂക്കിക്കൊണ്ടാണ്. അതേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങളൊന്നും സമാധാനത്തിലല്ല കിടന്നുറങ്ങുന്നത്. ഇവന്മാർ എപ്പോഴാണ് ഇവന്മാരുടെ സ്വഭാവം മാറുമെന്ന് ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല. ഈ വിജയകുമാർ തന്നെ ഇവൻ എവിടെയോ പോയവനാണ്. അവനെ വിളിച്ചു കൊണ്ടുവരികയെന്ന് വേണ്ടതേടാ, എന്നെ കൊല്ലടാ മോനെ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചു കൊണ്ട് വന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഈ അമിത് ഉറാഖ് എന്ന് പറയുന്നവനെ പിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. എനിക്ക് ചില സംശയങ്ങൾ ഇത് കേട്ടപ്പോഴേക്കും എന്താണെന്നല്ലേ, നിങ്ങളാരും കേൾക്കാത്ത കുറേ സംശയമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഒന്ന്, ഇവനെ ജാമ്യത്തിലെടുത്തത് 2 സ്ത്രീകളാന്ന് പറയുന്നുണ്ട്. അതായത് 5.5 മാസത്തോളം ജയിലിൽ കിടന്ന ഇവനെ ഈ പൈസയും കൊടുത്ത്, വക്കീലിന് പൈസയും കൊടുത്ത് ജാമ്യത്തിലെടുക്കണമെങ്കിൽ ആ സ്ത്രീകൾ മലയാളികളാണോ, അല്ലെങ്കിൽ ആ സ്ത്രീകൾ ആരാണ്? ഏതായാലും ബംഗാളിൽ നിന്നൊരു സ്ത്രീ വന്നിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള ആൾക്ക് മാത്രമല്ലേ ജാമ്യം കൊടുക്കുള്ളൂ. അതാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അല്ലാതെ വേറെ എവിടെ നിന്നെങ്കിലും വന്നിട്ട് ഒന്ന് ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ജാമ്യം കിട്ടുമോ? അത് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവനെ ആരാണ് ജാമ്യത്തിന് പുറത്തിറക്കിയത്? ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കൂട്ടുകാരനോട് ഒരിക്കൽ ജാമ്യം നിൽക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ ആളുണ്ടാവില്ല. സ്വന്തം ഭാര്യമാർ തന്നെ വന്നിട്ട് ചിലപ്പോൾ ജാമ്യം നിൽക്കാനുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഇതിലാണ് എവിടെയോ കിടക്കുന്ന ഒരുത്തന്, എവിടെയോ ഉള്ള ഒരു അമീത്തിന്, അതുപോലെ തന്നെ ഒരു ക്രിമിനലിന് അവൻ ആരാണ് ജാമ്യം എടുക്കാൻ നിന്നത്? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജയകുമാറിന് എവിടുന്നാണ് ഇവനെ കിട്ടിയത്? പിന്നെ ഇവന് പക എന്ന് പറയുന്നത് ഇവന് ശമ്പളത്തിൻ്റെ പേരിൽ മാത്രമാണോ? അതുപോലെ കാമുകിയുടെ പേരിൽ മാത്രമാണോ? ഇവൻ്റെ ഭാര്യയുടെ ഗർഭം അലസിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ അടങ്ങിയിരിപ്പുണ്ട്. കാരണം വിജയകുമാറിന് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ബംഗാളികളെ കിട്ടും. നല്ല നല്ല ഭായിമാരുണ്ട്, നമ്മളെല്ലാവരെയും മോശം പറയുന്നില്ല, നല്ല സ്നേഹത്തോടെ നിൽക്കുന്ന ഭായിമാരും ഉണ്ട്. അപ്പോൾ ഇവരെ ആരെങ്കിലും കിട്ടാതെ ഈ വിജയകുമാർ എന്തിനാണ് ഇവനെ തന്നെ തിരഞ്ഞെടുത്തത്? അതുമാത്രമല്ല, കണ്ടാൽ തന്നെ അറിയാം ഇവനൊരു ക്രിമിനലാണെന്ന്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ, ഇവൻ്റെ നോട്ടം കണ്ടാൽ തന്നെ ഒരു ക്രിമിനൽ ലുക്ക് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇത്രയും കായികപരമായിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ട്രോങ് ആയ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇവൻ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിയത്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങളാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ പൈസ എടുത്തു എന്ന് പറയുന്നുണ്ട്. ആദ്യം ഇവൻ മൊബൈല്, മീരയുടെയും അതുപോലെ തന്നെ ഇയാളുടെയും മൊബൈൽ തട്ടിയെടുത്ത് പൈസ എടുത്തു എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് പൈസ എടുത്തത്? നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ 5000 ഉറുപ്പ്യ ബാങ്കിലുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെയാണ് പാസ്വേഡ് ഞെക്കുവാർന്ന്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ഞെക്കുക. ഈ ഒരു സന്ദർഭത്തിലാണ് പറയുന്നത് ഇയാളുടെ പാസ്വേഡ് ഉപയോഗിച്ച് അവൻ പൈസ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള റോള് എന്ന് പറഞ്ഞാൽ വിജയകുമാറിൻ്റെ എന്തോ ഒരു അടുപ്പമുള്ള ഒരു റോള് തന്നെയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതികാരവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇവനെ മുൻനിർത്തിയിട്ട് ആരോ കളിക്കുന്നതാണ്. അതിലെന്ന് പറയുന്നത് ഇപ്പോൾ പല പേരുകൾ വരുന്നുണ്ട്, പല രാഷ്ട്രീയ കർണാടകത്തിലുള്ള ആൾക്കാരുടെ പേരൊക്കെ വരുന്നുണ്ട്. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റൂല. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് എന്നുപോലും നമുക്കറിയില്ല. അതായത് നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ എന്താണ്, നമ്മുടെ നാട് നല്ല സുരക്ഷിതമാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളെല്ലാം കണ്ടാണ് കണ്ണൂർ ടൗണിൽ ഒരു സ്ത്രീയും, അതായത് 2 സ്ത്രീകളും ഒരു പുരുഷനും, അതായത് ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ഓൾറെഡി ജയിലിലാണ് ഉള്ളത്. അപ്പോൾ ഇവരിപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരുത്തനാണ്, 2 എണ്ണത്തിനാണ്. ഈ 2 എണ്ണം അതുപോലെ തന്നെ ഇവർ വന്നിട്ട് ഈ എന്താ പറയേണ്ടത്, അവരുടെ അണ്ടറിലാണ് പോലും ഈ അവിടെയുള്ള പഴയ ബസ് സ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. അതായത് അവിടെയുള്ള ജനങ്ങൾക്ക് പോലും അറിയില്ല, ജനങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു അണ്ടർ വേൾഡ് ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല.
അതാണ് ഞാൻ പറയുന്നത്. ഇവന്മാരെയൊക്കെ ഭരിക്കാനും ഇവരെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ശക്തികളുണ്ട്. അതുകൊണ്ട് ഈ വിജയകുമാറിന് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ വിജയകുമാറിന് എന്തെങ്കിലും കഴിവുകളുണ്ടായിരുന്നോ? വിജയകുമാറിന് എന്തെങ്കിലും തരത്തിൽ ഇവനുമായിട്ടുള്ള വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഒരു ന്യൂസിൽ കണ്ട ഒരു സംഭവമാണ് ഈ വിജയകുമാർ എങ്ങനെയാണ് ഇവനെ കണ്ടെത്തിയത്. ഈ വിജയകുമാറിൻ്റെ ലോഡ്ജിൽ താമസിക്കാൻ വന്നപ്പോൾ അങ്ങോട്ട് ജോലി ഓഫർ ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴിവൻ പറയുന്നത് പോലെ ഒരു ശമ്പളം കൊടുക്കാത്തതിനോ അല്ലെങ്കിൽ ശമ്പളം കുറവുള്ളതിനൊന്നും ഇതുപോലെയുള്ള പ്രതികാരം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മുതലാളിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അവന് കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുത്തു വിടുക, അല്ലാതെ ഇമാതിരി ഊളത്തരങ്ങൾ കാണിക്കരുത്. ഇഷ്ടംപോലെ ഇല്ലേ. ഇനി വിജയകുമാർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റ് തന്നെയാണ്. കാരണം കോടികൾ ആസ്തിയുള്ള വിജയകുമാർ ഇതുപോലെ ശമ്പളം 100ഉം 200ഉം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വിജയകുമാർ ചിലപ്പോൾ പണം ഉണ്ടാക്കിയത് തന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൊങ്ങായിക്ക് പിടിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വിജയകുമാറിന് ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയകുമാർ ഇല്ലാതായി കഴിഞ്ഞാൽ ഇപ്പോഴാർക്കാണ് കൂടുതൽ നേട്ടമുണ്ടായിരിക്കുന്നത്? അതായത് അവനാണ് നേട്ടമെങ്കിൽ അവൻ ഒരു കാരണവശാലും ഈ 3-4 പേരെന്തിനാണ് എഴുതി വെക്കുന്നത്? അതുപോലെ തന്നെ ഇവനെ പിടിക്കുന്ന ഇവന് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇവനെന്തിനാണ് ഈ DVD കൊണ്ടുപോയിട്ട് കൺസിലിട്ടത്? അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് എനിക്ക് ഒരുപാട് സംശയങ്ങൾ. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? അതായത് പിടിക്കപ്പെടുന്ന ഏതായാലും ഇവനറിയാം പിടിക്കുമെന്ന്. എന്നാൽ ഇവൻ നേരെ പോയത് മാളയിലേക്കാണ്. അതായത് ഇവനെ ആരോ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്ത് കാണിച്ചു കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, ഒരു സിനിമയിൽ പോലും നടക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള മണ്ടന്മാരായ മുതലാളിമാരുണ്ടോയെന്നറിയില്ല കേട്ടാ. സകലതും ബംഗാളികൾക്ക് കൊടുത്തിട്ട്, അതായത് ബംഗാളികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തരത്തിൽ വെച്ചോണ്ടിരുന്നതോ, ഇല്ലെങ്കിൽ ഇവൻ തന്നെ പറയുന്നത് പിന്നെ ഇവൻ്റെ ഭാര്യയുടെ ഗർഭം അലസിപ്പോയി, അതുപോലെ ഇവൻ്റെ ഭാര്യയും അവിടെ ജോലിക്കാരിയായിരുന്നു, അതുപോലെയുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് ഈ മൃതദേഹം ഈ നഗ്നമായത്? അതൊക്കെ എന്ന് പറഞ്ഞാൽ നോക്കണം. അതായത് ഇന്നലെ പറയുന്നത് കേട്ടു അത് കിടപ്പുമുറിയിലുള്ള ആ ഒരു സംഭവം കൊണ്ടാണ് നഗ്നമായത് എന്ന്. അങ്ങനെയാണെങ്കിൽ വിജയകുമാറിൻ്റെ ആദ്യം മൃതദേഹം കണ്ടത് ഹാളിലാന്ന് പറയുന്നുണ്ട്. അയാളുടെ മൃതദേഹം ഓൾറെഡി നഗ്നമാണ്, അതുപോലെ തന്നെ ഭാര്യയുടെയും നഗ്നമാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ത് തന്നേ മതിയാവും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ എന്താ പറയേണ്ടത്, ഇവൻ തന്നെയാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ബംഗാളികളെ വെക്കുന്നവരെ എല്ലാവരും സൂക്ഷിക്കുക. അതായത് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു വാള് മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് അതിങ്ങനെ നോക്കി കിടന്നുറങ്ങുന്നത് പോലെയാണ്. ഇല്ലെങ്കിൽ ഈ നാരികളെ ഒരെണ്ണത്തിനെ പോലും വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഗേറ്റിന് പുറത്തോ ഇല്ലെങ്കിൽ പറമ്പിലോ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ യവന്മാരെയെല്ലാം പുറത്തു പോകാൻ പറയുക. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഇവന്മാരെ നമ്പിയിട്ട് മാത്രം നിൽക്കരുത്. എല്ലാ കാര്യങ്ങളും ഇവന്മാരെ ഏൽപ്പിച്ച് ബംഗാളികൾ ഉണ്ടെങ്കിൽ സുരക്ഷിതമാണ്, ഇല്ലെങ്കിൽ ഇവരുടെ സ്നേഹം ഭയങ്കരമാണ്, ഒന്നും നമ്പണ്ട. കാരണം ഏത് സമയത്തും തന്നെ ഇവന്മാരുടെ സ്വഭാവം മാറാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി കഴിഞ്ഞാൽ അത് കിടക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഇത്രയും വലിയൊരു മുതലാളിനെ, ഇത്രയും സാമ്പത്തികമുള്ളവനാ, ഇത്രയും ഉന്നതിയിൽ പിടിപാടുള്ള ഒരുത്തനെ ഇതുപോലെ തീർക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പുറകിൽ വ്യക്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ മകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാളെ പാർട്ട്ണർമാരുണ്ടോ, അതുപോലെ തന്നെ ഇയാൾക്ക് ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടോ, അതുപോലെ വിദേശത്തുള്ള ഇയാളുടെ പണമിടപാട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നരുന്ത് പോലെ തന്നെ അവൻ തന്നെ ക്രിമിനൽ, അവൻ തന്നെ പ്രതി എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.